നമസ്കാരം. നമസ്കാരം. ഞങ്ങള് തുഷാരം ബ്ലോഗ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനാണ്. അപ്പം ഇങ്ങനെ ഒരു കണ്ണാടിപ്പൊയിൽ കുന്നുമ്മൽ ശ്രീ ഭഗവതി ക്ഷേത്രം അല്ലെ, ഇവിടെ ഒരു ഇന്ന് ഉത്സവമാണല്ലോ. അപ്പൊ ഇതിനെ കുറിച്ച് ഒരു ചെറിയൊരു ഇതിന്റെ ഒരു എന്താ പറയാ, ഈ സാങ്കല്പികം എന്താണ്, ഇതിന്റെ ഒരു സാങ്കല്പികം അല്ലെങ്കിൽ ഇതിന്റെ നിങ്ങളൊരു കഥ ഉണ്ടാവുമല്ലോ, എന്താണത്? ഒരു എത്ര വർഷമായി ഇവിടെ ഇത് കൊണ്ടാണ്? ഇവിടെ ഇരുത്തി തുടങ്ങിയിട്ട് 86 വർഷമായി. 86 വർഷമായി. ഇവിടുത്തെ പ്രധാന മൂർത്തി എന്ന് പറഞ്ഞാല് മലബാർ കരിയാത്തനോട് കൂടിയുള്ള ഭഗവതി അവിടെ ഇരിക്കുന്നു. അപ്പൊ ഇതിനെ ഭഗവതി ക്ഷേത്രം എന്നാണോ അറിയപ്പെടുന്നത്? ഭഗവതി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുക. കരിയാത്തനും ഭഗവതിയും ഇതാണ് ഇവിടുത്തെ അടിസ്ഥാനം. പിന്നെ കുടുംബം ഉപാസിച്ച് കൊണ്ടുവന്നാണ് ഭദ്രകാളി അങ്ങനെ ഇരിപ്പടയിൽ കൊടുത്തത്. അപ്പൊ ഇത് എത്ര വർഷമായി എന്നാ പറഞ്ഞത്? 86 വർഷം കൊണ്ട് നിങ്ങൾ ഇത് ആഘോഷിച്ചു വരികയാണ്. അപ്പൊ നമ്മളെ മുതിർന്ന തലമുറയായിരിക്കും ആദ്യമൊക്കെ ഇതിന്റെ മേൽനോട്ടം വയ്ക്കുന്നോട്ടെ. പൂർവികന്മാർ വെച്ച ആദ്യത്തെ 86 വർഷത്തിന്റെ മേപ്പോട്ട് കരിങ്ങേറ്റങ്ങളിൽ താഴെ ആയിരുന്നു. അവിടുന്ന് അതിന്റെ രണ്ടാം സ്ഥാനം കിനാലൂര് ഇങ്ങനെയാണ് കൊണ്ടുനടന്നത്. ഇപ്പൊ ഞങ്ങൾ ഇവിടെയാണ് കുടിയിരുത്തി. ഇപ്പം കുറെ വർഷം കൊണ്ട് 86 വർഷം കൊണ്ട് ഇവിടെയാണ്. എത്ര തെയ്യം ഉണ്ട് ഇവിടെ? ഇവിടെ 12 തെയ്യമുണ്ട്. 12 തെയ്യം. അപ്പം ഇന്ന് രാത്രി തുടങ്ങിയിട്ട് നാളെ വൈകുന്നേരം 3 മണി വരെ വൈകുന്നേരം 3 മണി വരെ ഉത്സവമാണ്. ഒരുപാട് ആളുകളെല്ലാം കൂടുതലല്ലേ? ഫുള്ളായിട്ട്. അപ്പം കുറച്ചുകൂടി കഴിഞ്ഞാൽ ആളുകളെല്ലാം ഫുള്ളായിട്ട്. അതിന്റെ ലൈറ്റ് സംവിധാനം കാര്യങ്ങള്. ഇവിടെ നമ്മളിപ്പോ ഒരു ആഴി കാണുന്നുണ്ടല്ലോ, ഇതെന്താണ്? ഇതിന്റെ അത് ഇപ്പം കണലാട്ടം ഭഗവതിക്കുള്ള മേലേരിയാണ്. ഭഗവതിന്റെ മേലേരി എന്ന് പറഞ്ഞാല് കണല് അത് എന്ന് വെച്ചാല് ഈ ശുദ്ധി വരുത്താനും ഭഗവതിക്കിന്റെ ഉചിതം പോലെ ഭഗവതി കാണിക്കാനും അങ്ങനെയല്ലേ വർഷമായിട്ട് പറയുന്നു. അതെ. അപ്പൊ ഇതിന്റെ അകത്ത് കോമരൊക്കെ തെറയും കോമരം എല്ലാം ഉണ്ടാവും. ചാടും തീന്റെ അകത്ത്. അതിപ്പം ജസ്റ്റ് ഉണ്ടാവില്ല, എഴുന്നള്ളത്തിന്റെ കൂടെ ഉണ്ടാവും. അതിന് മുമ്പ് ഇവിടുന്ന് ദൈവം ഉണ്ടായിട്ടാണ് ചാടിയിട്ടാണ് താഴോട്ട് പോകുക. അതായത് ഇവിടുന്ന് തെറ കെട്ടിയിട്ട് അല്ല കോമരോ ഇതിലാദ്യം ചാടും, പിന്നെ എഴുന്നള്ളത്തിനെ കൊണ്ടുവരും. വീണ്ടും വരുമല്ലോ, വീണ്ടും ഇതിൽ വന്നിട്ട് വീണ്ടും ചാടി വീണ്ടും പോകും. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ കറക്റ്റ് ആ നോയമ്പൊക്കെ എടുത്ത് 21 ദിവസം നോയമ്പ് എടുത്തിട്ടാണ് ഇവിടെ എല്ലാ കാര്യത്തിനും വ്രതത്തോടു കൂടി ആയിരിക്കുക. പൂർണ്ണമായ ഒരു നമ്മുടെ ശബരിമലയൊക്കെ പോകുമ്പോൾ എടുക്കുന്ന ശക്തമായ നല്ല ഭജനയും അതുപോലെ തന്നെ നല്ല നോയമ്പ് ചിട്ടയോട് കൂടിയിട്ടാണ് ഇവിടെ കർമ്മത്തിൽ നിൽക്കുന്നത് അല്ലേ? ഓക്കെ. പിന്നെ ഇവിടുത്തെ ഈ ഉത്സവം നടത്തുന്നത് ആരാ? ക്ഷേത്ര കമ്മിറ്റിയാണോ, കുടുംബാണോ? കുടുംബാണ്. നിങ്ങളൊരു കുടുംബം. പിന്നെ അതിൽ ജനകീയ കമ്മിറ്റി ഉണ്ടോ? പുറമുള്ള ആൾക്കാർ കൂടിയിട്ടാണ് ചെയ്യുന്നത് ഒരു കമ്മിറ്റി. അപ്പൊ ഇതിന്റെ സാമ്പത്തികമൊക്കെ എങ്ങനെയാ? എല്ലാവരോടും കൂടിയാണ് ചെയ്യുന്നത്. ഈ കമ്മിറ്റി പിരിവൊക്കെ എടുക്കണ്ടോ? പിന്നെ ഇവിടെയുള്ള നേർച്ച വഴിപാട്, കുടുംബം ഓരോരോ വീതം, പിന്നെ ഓരോരുത്തരുടെ കാര്യങ്ങൾ നടന്നിട്ട് ഭഗവതിക്ക് വേണ്ട കൊടുക്കും. സാമ്പത്തികമായിട്ടും എല്ലാ കാര്യങ്ങളും. ഈ കുട്ടിച്ചാത്തന്റെ തെറയിലുണ്ട് തോന്നുന്നില്ലേ? പിന്നെ ഭഗവതി തെറ, പുലിത്തറ ഉണ്ടോ? പുലിത്തറുണ്ട്. അതൊക്കെ രാത്രിയിലാണോ അല്ലെങ്കിൽ നാളെ പകല് ഒരു 12 ലാസ്റ്റ് വരുന്നത് പുലിത്തറ കഴിഞ്ഞിട്ട് ഗുരുവിന്റെ തെറയുടെ. അപ്പൊ ഇന്ന് രാത്രി ഇപ്പൊ എന്തൊക്കെയുള്ളത്? ഇന്ന് രാത്രി ഇതിപ്പോ നട്ടത്തറ അതിന് പറയാ. ഇതിപ്പം ഈ ജസ്റ്റ് ഇപ്പം പോകും നട്ടത്തറ അതിന് പറയാം. അത് കഴിഞ്ഞിട്ട് നാഗകാളി. അത് കഴിഞ്ഞ് അതായത് നേരം വെളുക്കുന്നതിന് നാളെ 3 മണി വരെ കണ്ടിന്യൂ പരിപാടിയായിരിക്കും. ഒഴിവില്ല. ഒരുപാട് കണ്ടാകാരന് ഒരുപാടുണ്ട്. അതിന്റെ കൂടെ കോമര ഉണ്ടാവും. പിന്നെ മറ്റു കലാപരിപാടികൾ എന്തെങ്കിലും സമയമല്ല. അത് ശരി. എന്തായാലും ഒരുപാട് സന്തോഷം ഇവിടെ വന്നതിലും ഇത് കണ്ടതിലും. ഞങ്ങൾ കുറച്ച് ഇതൊന്ന് ഷൂട്ട് ചെയ്ത് ഒരു ഞങ്ങളൊരു തുഷാരം ബ്ലോഗ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ്. അതില് ചെയ്യണമെന്നാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ ഓക്കെ, സഹകരണത്തിന് ഒരുപാട് നന്ദി. ഞങ്ങള് തുഷാരം ബ്ലോഗ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനാണ്. അപ്പം ശ്രീ ഭഗവതി ക്ഷേത്രം കുന്നുമ്മൽ അല്ലേ, ചങ്ങരോത്ത് കുന്നുമ്മൽ ഭഗവതി ക്ഷേത്രം. ഇവിടെ കരിയാത്തന്റെ ഒരു സങ്കല്പം കൂടെ ഉണ്ടല്ലോ. അപ്പം കരിയാത്തന്റെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളാണ്. അപ്പൊ അതെന്താണ് നിങ്ങൾ മാത്രം അത് ചെയ്യാനുള്ള കാരണം?
കരിയാത്തിന്റെ കർമ്മങ്ങൾ ചെയ്യാൻ വിധിക്കപ്പെട്ടത് കരിമ്പാല സമുദായപ്പെട്ട ആൾക്കാർക്കാണ്. മറ്റു ദൈവങ്ങളെയും ചെയ്യാം. പക്ഷെ അതും ഈ മറ്റുള്ള സമുദായക്കാർക്ക് കരിയാത്തിന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള വിധിയില്ല. ആ കരുമ്പാല സമുദായത്തിന് മാത്രമേ ഉള്ളൂ. മറ്റ് കുട്ടിച്ചാത്തൻ, ഗുളിയൻ, ഭഗവതി, മറ്റങ്ങനെ ദൈവങ്ങൾക്കൊക്കെ ചെയ്യാൻ തീയർക്കോ നായർക്കോ മറ്റുള്ള എല്ലാവർക്കും അവകാശമുണ്ട്. ഇത് നിങ്ങൾ മാത്രമാണ്. കരിയാത്ത് എന്ന് പറഞ്ഞ മലദൈവമാണ്. കരിയാത്ത് എന്ന് പറഞ്ഞാൽ മലദൈവമാണ്. അതിനൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ കരിമ്പാല സമുദായത്തിൽപ്പെട്ട. അപ്പൊ അതെന്താണ് അങ്ങനെ വരാൻ കാരണം? എന്താണ് ഈ പണ്ടൊക്കെ ഈ മലയിൽ നെല്ല് കൊയ്തിട്ട് ഈ കാട്ടാനേനെയും അങ്ങനെ വലിയ ജീവിന്റെ ഉപദ്രവം അത് നെല്ല് കൊയ്തിട്ട് കറ്റ ഈ മരത്തിന്റെ മുകളിൽ വെക്കും. എന്നിട്ട് അത് കല്ലൊക്കെ കൊയ്തിട്ട് ആ കറ്റ മെതിച്ചിട്ട് അവിടെ വെച്ച് കൊടുത്തു പോകുന്നതാണ്. ഞങ്ങൾക്ക് കരിയാത്തിന് ഈ മലയിലാണ് താമസം. ഈ ആദിവാസി മലയിൽ താമസം രീതി അങ്ങനെ പോരുന്നത്. അത് ശരി. അപ്പൊ അതാണ് ഈ കരിമ്പാല സമുദായമാണ് ഈ കരിയാത്തന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. കരിയാത്തന്റെ പെറ ഉണ്ടാവില്ലേ, അതാരാണ്? അത് പിന്നെ ഈ മറ്റു ആളുകളാണ് ചെയ്യുക. അതിന്റെ കോമരം നിങ്ങൾ കോമരം ഇതിന്റെ പൂജാ കാര്യങ്ങളൊക്കെ നിങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ വീടൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണോ? പല സ്ഥലത്തും. ഇതിപ്പോ കുറെ സ്ഥലത്ത് ഇപ്പൊ ഉത്സവ സീസണാണല്ലോ, അപ്പം ഫുൾ പരിപാടി ആയിരിക്കും. അപ്പൊ ഇവിടെ എങ്ങനെ തന്നെ? ഇത് നാളെ നേരം വൈകുന്നേരം വരെ അല്ലേ? 5 അതെ, ഓക്കെ. എന്നാ ആയിക്കോട്ടെ, സന്തോഷം. ഓക്കെ. എല്ലാ വർഷവും